നമസ്കാരം. നാടോടി വാർത്തകളിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കാവ്, നാട്ടുകാരുടെ ആത്മവിശ്വാസത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും പ്രതീകം. അനവധി ഭക്തർ തങ്ങളുടെ കാര്യസിദ്ധിക്കായി ദിവസവും എത്തിച്ചേരുന്ന പുണ്യഭൂമി. അതെ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ശ്രീ ഊരാളി അപ്പൂപ്പൻ കാവിന്റെ തിരുസന്നിധിയിലാണ്. ഈ പുണ്യഭൂമിയുടെ മറ്റ് അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും പറ്റി ഇനി നമുക്ക് കൂടുതലായി വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. അതിനു മുന്നോടിയായിട്ട് ഇനി ഈ കാവും പരിസരവും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ചിത്രീകരിക്കണമെങ്കിൽ ഇവിടുത്തെ അധികാരികളുടെ അനുവാദം കൂടിയേ തീരൂ. അപ്പോൾ ഇനി നമുക്ക് ആ അനുവാദം വാങ്ങാം. വരും. കല്ലേലി എൻ്റെ അച്ഛനുറങ്ങുന്ന മണ്ണ്, അപ്പൂപ്പൻ വാഴും കല്ലേലി എൻ്റെ അച്ഛനുറങ്ങുന്ന മണ്ണ്. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊന്നൊന്നായി പിൻവിളിച്ചെന്നിലുണർത്തും മണ്ണ്. ശ്രീ കല്ലേലിൽ ഊരാളി അപ്പൂപ്പൻ കാവിൽ ഭക്തർ സാധാരണയായി വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തുന്നത് തങ്ങളുടെ അഭിലാഷങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനാണ്. സ്വന്തം നാടും പേരും വീടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉറക്കെ ഭക്തർ ഇവിടെ വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഭക്തി, ആത്മാർത്ഥത, നിശ്ചയം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഈ പ്രാർത്ഥനയിൽ ഭക്തർ അപ്പൂപ്പനെ പേരെടുത്ത് വിളിച്ച് സ്വന്തം വിഷമങ്ങളും ആശങ്കകളും മനോവാഞ്ചനകളും സമർപ്പിക്കുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥ അഭ്യർത്ഥനയോടെയാണ് ഈ വിളി ഉയരുന്നത്. വിശ്വാസത്തോടെ ചൊല്ലുന്ന ഓരോ വാക്കും ദൈവസന്നിധിയിൽ പ്രതിധ്വനിച്ച് അനുഗ്രഹമായി തിരികെ വരുമെന്നതാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസം. ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ആത്മീയ ബന്ധത്തിൻ്റെ പ്രകടനവും സമർപ്പണത്തിൻ്റെ പ്രതീകം കൂടിയാവുന്നു. നമസ്കാരം സർ. നാടോടി വാർത്തകളിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കാവാണ് ഈ ശ്രീ ഊരാളി അപ്പൂപ്പൻ കാവ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയും ഊരാളി അപ്പൂപ്പനാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യം, ഉദ്ദിഷ്ട കാര്യസിദ്ധി, ഇതിനൊക്കെ വേണ്ടിയിട്ട് അനവധി ഭക്തർ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് അറിവുണ്ട്. ഞങ്ങൾ കുടുംബപരമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ, പല വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഊരാളി അപ്പൂപ്പൻ എന്ന ഈ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിന് പിന്നിലെ ഒരു കഥ ഒന്ന് ചുരുക്കി പറയാമോ? പുരാതനമായ ഒരു കാവാണ് ഈ കാണുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുന്ന ഒരു പ്രപഞ്ച ശക്തിയായിട്ടാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ഈ കാവിന് നൂറ്റാണ്ടുകളോളം പഴക്കം ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. പഴമ കൊണ്ടും വിശ്വാസം കൊണ്ടും സൂചിപ്പിച്ച പോലെ എല്ലാ ഭക്തജനങ്ങളും, നാനാജാതി ഭക്തജനങ്ങളുടെ മനസ്സിൽ അപ്പൂപ്പൻ കുടിയിരിക്കുന്നുള്ളൊരു വിശ്വാസ കേന്ദ്രം കൂടിയാണ്. പരിപാവനമായ നമ്മുടെ അച്ചൻകോവിൽ നദിയുടെ തീരത്ത് കല്ലേലി അപ്പൂപ്പൻ കുടിയിരിക്കുന്നു. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ഒരു വലിയ വിശ്വാസം കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അച്ചൻകോവിൽ പുണ്യപൂങ്കാവൻ. ഈ അപ്പൂപ്പൻ കാവും ഇതിനോടനുബന്ധിച്ചുള്ള നിരവധി മലനിരകളും ഈ പുണ്യപൂങ്കാവനത്തിൽ. അത് അങ്ങേ കിഴക്കൻ മലയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന അച്ചൻകോവിൽ ക്ഷേത്രവും, തൊട്ടിങ്ങോട്ട് കോടമലയും, ഇങ്ങോട്ട് വരുമ്പോൾ കൽച്ചിറ ഉടയോർ ദേവസ്ഥാനവും അതുപോലെ വളയത്ത് ഊരാളി ദേവസ്ഥാനവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പുണ്യ കേന്ദ്രമാണ്. അച്ചൻകോവിൽ ശബരിമലയുമായിട്ടുള്ള ഒരു കാനന വിശ്വാസമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ പ്രകൃതി ആരാധനയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാണുമ്പോൾ അറിയാം, ഇവിടെ 24 മണിക്കൂറും തുറന്ന് ഏത് സമയവും ഭക്തജനങ്ങൾക്കൂടെ വരുവാനും നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു അവസരമാണ് ഇവിടെയുള്ളത്. കോന്നി വനം ഡിവിഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഫോറസ്റ്റ് ഡിവിഷനാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിൻ്റെ ചരിത്രത്തിൽ രാജഭരണകാലത്ത് ഇവിടെ ആരാധന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതിനോടനുബന്ധിച്ച് നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യമുള്ള സമയത്തും ഇവിടെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ആരാധന നടന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തിലേക്ക് വന്നു. ഇപ്പോൾ കാവിൻ്റെ നവീകരണവും
അപ്പൂപ്പൻ്റെ ഭക്തജനങ്ങൾ ദിനം പ്രതി ഇവിടേക്ക് വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇത്തരം വിപുലീകരണം ചെയ്തുകൊണ്ട് അപ്പൂപ്പൻ തൃപ്പാദമണ്ഡപം നവീകരിച്ച് 2018 ഈ കാണുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ഇത്തരത്തിൽ മനോഹരമാക്കി അപ്പൂപ്പനിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൂപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താമ്പൂലം സമർപ്പിക്കുകയാണ്. മല ആചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താമ്പൂലം സമർപ്പിക്കുക. വെറ്റില, അടയ്ക്ക, പുകയില അടങ്ങിയ അപേക്ഷയാണ് അപ്പൂപ്പൻ ആദ്യം സമർപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ കായ് വിഭവങ്ങളാണ് ഇവിടെ കപ്പയായാലും അല്ലെങ്കിൽ നേന്ത്രക്കൊലയായാലും അങ്ങനെയുള്ളത് അപ്പൂപ്പന് സമർപ്പിക്കുന്ന ഒരു വലിയ ആരാധനാ സങ്കല്പമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ അരുവാപ്പുലം പഞ്ചായത്തിൽ കല്ലേലി ദേശത്ത് അറിയപ്പെടുന്ന ഈ സ്ഥലം ഇപ്പോൾ നാനാജാതി ഭക്തജനങ്ങളുടെ ഒരു വലിയ ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ മനസ്സിലാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടി ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ലിപികളിലില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിഘണ്ടുക്കളിലോ പുരാണ കൃതികളിലോ അപ്പൂപ്പൻ്റെ വാക്യങ്ങളോ അപ്പൂപ്പൻ്റെ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അത് എങ്ങോ മറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഭക്തജനങ്ങളുടെ മനസ്സിലുള്ളത്. എന്നാൽ ലക്ഷോപലക്ഷം വരുന്ന അല്ലെങ്കിൽ കോടാനുകോടി ഭക്തജനങ്ങളുടെ മനസ്സിലാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ സ്ഥാനം. ആ വിശ്വാസമാണ് തലമുറയായി അല്ലെങ്കിൽ വാമൊഴിയിലൂടെ പകർന്നു നൽകി പുതിയ തലമുറയിലേക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി ആരാധനയോടൊപ്പം തന്നെ പിതൃക്കളുടെ ആരാധനയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ അങ്ങനെയുള്ള പിതൃക്കളെ ആചരിക്കുന്നതും അല്ലെങ്കിൽ അവർക്കുള്ള ആചാരങ്ങൾ കൂടി നമ്മൾ കോർത്തിണക്കിയാണ് ഇവിടുത്തെ ആചാരങ്ങൾ മുന്നോട്ട്. അതുകൊണ്ടാണ് അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ 999 മലകൾക്ക് അധിപനായിട്ടാണ് കല്ലേലി ഊരാളി അപ്പൂപ്പനെ അറിയപ്പെടുന്നത്. മൂല സ്ഥാനമാണ്, മൂല കാവാണിത്. ഇതിൻ്റെ അപ്പൂപ്പൻ്റെ വിശ്വാസമുള്ള നിരവധി കാവുകളും ആരാധനാലയങ്ങളും ഉണ്ട്. പക്ഷേ 999 മലയുടെ മൂലസ്ഥാനം കല്ലേലിയാണ്, കല്ലേലി ദേശമാണ്. ശരിക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആചാരങ്ങൾ, വഴിപാടുകൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഇവിടെ നിലനിന്ന് പോരുന്നതായിട്ട് അറിവുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രദേശവാസികളിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പങ്ക് ഉരുത്തിരിഞ്ഞു വരുന്നതെന്നൊന്ന് വിശദമാക്കാമോ? ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും വിഭിന്നമാണ്. വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിൽക്കുന്ന ഊരാളി ശ്രേഷ്ഠന്മാർ ഭക്തജനങ്ങൾ ഇവിടേക്ക് വന്ന് തങ്ങളുടെ ആഗ്രഹങ്ങൾ, തങ്ങളുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ പറയുമ്പോൾ അത് 999 മലദൈവങ്ങൾക്ക് അധിപനായ കല്ലേലി അപ്പൂപ്പനെയും മലദൈവങ്ങളെയും വിളിച്ച് ഇവിടെ നിൽക്കുന്ന ഊരാളി ശ്രേഷ്ഠന്മാർ, ഊരാളിമാർ പറയുകയാണ്. അപ്പോൾ അത് നേരിട്ടാണ്, അതിനൊരു ഇടക്കാരനില്ലാതെ നേരിട്ട് ഊരാളിയോട്, നേരിട്ട് മലയോട് സങ്കല്പിച്ച് പറഞ്ഞ് അതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രാർത്ഥന. മറ്റുള്ളിടത്തോളം നമ്മൾ മൗന പ്രാർത്ഥനയാണെങ്കിൽ ഇവിടെ നേരിട്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പിന്നെ 24 മണിക്കൂറും തുറന്ന് ഇരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ നടയടവില്ലാത്ത ഒരു സ്ഥിതിവിശേഷം കൂടിയാണ്. ഹിന്ദുക്കൾക്ക് പുറമെ മറ്റ് മതവിഭാഗക്കാർക്കും ഇവിടെ വന്ന് വഴിപാടുകൾ നടത്തുന്നതിന് സാഹചര്യങ്ങളുണ്ടോ? അതെ, പ്രകൃതിയാണ് എല്ലാം. ഈ പ്രകൃതിയിൽ നമ്മൾ പ്രകൃതിയിൽ ജനിക്കുന്നു, നമ്മളും പ്രകൃതിയിലേക്ക് മറഞ്ഞു പോകും. അപ്പം പ്രകൃതിയുടെ ആരാധനയിൽ ലയിച്ചു നിൽക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് ജാതി മത ചിന്തകൾക്ക് ഇവിടെ സ്ഥാനമില്ല. എല്ലാവർക്കും തുല്യമായി എല്ലാവരെയും സമന്മാരായി കാണുന്ന അപ്പൂപ്പനാണ്. അപ്പോൾ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സീനിയറാണ്, താഴെ വരുന്നതാണ് നമ്മളൊക്കെ. അപ്പോൾ എന്ത് തെറ്റ് കാണിച്ചാലും എന്ത് അപേക്ഷയായാലും നമ്മുടെ പരാതികളും ആപരാതികളെല്ലാം നമ്മുടെ കുടുംബത്തിലൊരു മുത്തശ്ശനോട് പറയുന്ന രീതിയിലാണ് ഭക്തജനങ്ങൾ ഇവിടെ. അപ്പോൾ അതിനനുസൃതമായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ശക്തിയായിട്ടാണ് അപ്പൂപ്പൻ ഇവിടെ. അപ്പൂപ്പനോടനുബന്ധിച്ച് ഉപദേവാലയം, അതാണ് 999 മലയിൽ അധിവസിക്കുന്ന ഉപദൈവങ്ങളും അപ്പൂപ്പന്റെ കാവിൽ വസിക്കുന്നുണ്ട്. അവർക്കും ആരാധനകൾ എല്ലാ ദിവസവും ഇവിടെ കുറച്ചു മുന്നേ സർ പറഞ്ഞു താമ്പൂലം സമർപ്പിക്കുന്നത് ഒരു വഴിപാടിൽ പ്രധാനപ്പെട്ടതാണ്. മറ്റെന്തൊക്കെ വഴിപാടുകളാണ്? ഇപ്പോൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് അല്ലെങ്കിൽ മറ്റ് സർവൈശ്വര്യം, അങ്ങനെ പല കാര്യങ്ങൾക്കാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ എന്തൊക്കെ വഴിപാടുകളാണ് ഇവിടെ നിലനിൽക്കുന്നത്? വഴിപാടുകൾ ഈ മലയുടെ ആചാരത്തിൽ മലയ്ക്ക് പടയണി ഏറ്റവും ശ്രേഷ്ഠമാണ്. ഏറ്റവും വലിയ പടയണി, മലയ്ക്ക് പടയണി എന്ന് പറയുമ്പോൾ അപ്പൂപ്പന്റെ ശ്രേഷ്ഠമായ അപ്പൂപ്പന്റെ 999 മലകളെ വിളച്ചുണർത്തിക്കൊണ്ടുള്ള മലയ്ക്ക് പടയണി നടത്തി ഊരാളി ഉറഞ്ഞു തുള്ളുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ മലയ്ക്ക് വേണ്ടിയുള്ള പടയണി അടുക്കി വെച്ചുകൊണ്ട് ഊരാളി ശ്രേഷ്ഠന്മാർ മല വിളിച്ചുകൊണ്ട് അപ്പൂപ്പനെ പ്രസാദിപ്പിച്ച് നിൽക്കുമ്പോൾ ഊരാളി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന
ഭാവി കാലത്തെക്കുറിച്ചും അതുപോലെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ ഭക്തജനങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അരുളിപ്പാട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഴിപാടാണ് മലയ്ക്ക് പടയണി നടത്തുക എന്നുള്ളത്. 10-ാം ഉദയത്തിന് അപ്പൂപ്പൻ്റെ ഉത്സവം എന്ന് പറയുന്നത് മേടം 1-ന് തുടങ്ങി വിഷുവിന് തുടങ്ങി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. 10-ാം ഉദയമാണ് അപ്പൂപ്പൻ്റെ ഉത്സവം. അപ്പോൾ 10-ാം ഉദയത്തിന് ഇവിടേക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നും സ്ത്രീ ഭക്തജനങ്ങൾ ഇവിടെ കടന്നു വന്ന അപ്പൂപ്പന് ആദിത്യ പൊങ്കാല സമർപ്പിക്കും. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യദേവനാണ്. കിഴക്കൻ കതിര് വീശുമ്പോൾ അപ്പൂപ്പന് സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് ആദിത്യ പൊങ്കാല. അത് 10-ാം ഉദയത്തിനാണ് ഇവിടെ നടക്കുന്നത്. വലിയ തിരക്കാണ് ഈ പുണ്യ പൂങ്കാവനത്തിൽ 10-ാം ഉദയത്തിന്. അതുപോലെ 10-ാം ഉദയ വലിയ പടയണി അതും 10-ാം ഉദയത്തിനാണ് നടക്കുന്നത്. 1001 കരിക്കിൽ കൂടുതൽ കരിക്കുകളും പൂജാദ്രവ്യങ്ങളും സമർപ്പിച്ചുകൊണ്ടാണ് മലയ്ക്ക് പടയണി ഇവിടെ സമർപ്പണം ചെയ്യുന്നത്. ആദ്യ സമയത്തെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു രൂപകൽപ്പനയും ഇപ്പോൾ കുറേ നാൾ പിന്നിട്ടപ്പോൾ ശാസ്ത്രങ്ങളൊക്കെ ഒത്തിരി മാറി നമ്മളുടെ ഈ നവീകരണം ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരുത്താനായിട്ട് ഭരണ സംവിധാനം ഉദ്ദേശിച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അച്ചൻകോവിലാറിൻ്റെ തണുപ്പും പിന്നെ ഈ ചുറ്റുമുള്ള പ്രകൃതിയുമാണ് ഇവിടുത്തെ മാറ്റുകൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള കാര്യങ്ങൾ തന്നെയാണോ ഇതിൻ്റെ ക്ഷേത്ര നവീകരണത്തിന് വേണ്ടിയിട്ടും ഭരണകർത്താക്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരാധനയുമാണ് കാവ് ഭരണസമിതി മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്നത്. മരം ഇവിടുത്തെ വൃക്ഷലതാദികൾ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു വിധമായ കോട്ടവും തട്ടാതെയുള്ള ആരാധനയാണ് ഇവിടെ നടത്തുവാൻ ഭരണസമിതി തയ്യാറായി മുന്നോട്ട് പോകുന്നത്. കാലത്തിനനുസൃതമായിട്ടുള്ള നവീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അപ്പൂപ്പന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മലദൈവങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ യാതൊരുവിധമായ കാവിനെ യാതൊരുവിധമായ കോട്ടവും തട്ടാത്ത രീതിയിൽ, എന്നാൽ വരുന്ന ന്യൂ ജനറേഷൻ ആണല്ലോ. അപ്പൊ ന്യൂ ജനറേഷൻ വരുമ്പോൾ അവർക്ക് ഈ ബിംബങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി കാണുവാനും അവർക്ക് അത് ആസ്വദിക്കുവാനും വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ശില്പ ചാതുര്യത്തിലൂടെ ഇവിടെ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത്. പിന്നെ വൃക്ഷലതാദികളൊക്കെ കാലപ്പഴക്കത്തിൽ സ്ഥിരപ്പെട്ടു പോകുന്നുണ്ട്. അതൊരു വലിയ വിഷമമാണ്. ആറ്റ് തീരത്തിന് വലിയ സ്ഥലപരിമിതി വലിയൊരു വിഷയം ഇവിടെ കാണുന്നുണ്ട്. അച്ചൻകോവിലാറിന്റെ തീരമാണ്, തീരം ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് സാംസ്കാരികപരമായി ഇതിനെ നിലനിർത്തി പോകണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇടം ഈ റിസർവ് വനത്തിൽ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിനുള്ളിൽ ഇങ്ങനെ ഒരു ആരാധനാ കേന്ദ്രം പുറം ലോകത്തിനോട് അറിയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം പിന്നെ ഇവിടെയുള്ള ഭക്തർ, ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം, എന്തെങ്കിലും ഒരു വ്യത്യസ്ത അനുഭവം പങ്കുവയ്ക്കാനായിട്ടുണ്ടോ നമ്മുടെ നാടോടി വാർത്തകളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഒട്ടനവധി അപ്പൂപ്പനിൽ വന്ന് അഭയം പ്രാപിച്ച ഭക്തജനങ്ങൾക്ക് ഒട്ടനവധി കാര്യസിദ്ധികളും അതുപോലെ അത്ഭുതങ്ങൾ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ആദിത്യ പൊങ്കാല സമർപ്പിക്കുന്ന സ്ത്രീ ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന അവരുടെ സന്തോഷം വളരെ. അതുകൊണ്ട് കേവലം ചുരുങ്ങിയ നമ്പറിൽ തുടങ്ങിയ ആദിത്യ പൊങ്കാല ഇന്നിപ്പോൾ 2-3 കിലോമീറ്ററോളം പിന്നിടുന്ന രീതിയിലേക്ക് വരികയാണ്. അത് മംഗല്യ ഭാഗ്യത്തിനായാലും സന്താന സൗഭാഗ്യത്തിനായാലും വിവിധങ്ങളായിട്ടുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പ്രാർത്ഥന വരുന്ന ഒരു വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകും, അല്ലെങ്കിൽ പൂർത്തീകരിക്കുമ്പോൾ അവരിവിടേക്ക് തന്നെ എത്തുകയാണ്. ഈ പൂങ്കാവനത്തിൽ സ്ഥലമില്ലെങ്കിൽ പോലും ഒരു ചെറിയ സ്ഥലത്ത് അവർ അടുപ്പ് കൂട്ടി അപ്പൂപ്പന് ആദിത്യ പൊങ്കാല സമർപ്പിക്കുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഇവിടെ 10-ാം ഉദയത്തിന് മാത്രമേ ആളുകൾ എത്തിച്ചേരാറുള്ളായിരുന്നു. ഈ അച്ചൻകോവിൽ തീരത്ത്, ആറ്റ് തീരത്ത്, വെള്ളം വറ്റി നിൽക്കുന്ന തീരത്തെത്തി അവരുടെ ഒരു കൂട്ടായ്മ അപ്പൂപ്പൻ്റെ ഉത്സവത്തിന് അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ ജന്മനാളിൽ വരിക, എല്ലാവരും ഈ പുണ്യ പൂങ്കാവനത്തിൽ വിശ്രമിക്കുക, എന്നിട്ട് മടങ്ങി പോവുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് ഉത്സവമായി മാറി. പിന്നെ ഇത് എല്ലാ ദിവസവും ഇപ്പം അപ്പൂപ്പനെ വന്ന് പൊങ്കാലയിടുന്ന ഒരു ക്രമീകരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ എല്ലാവരും ഇവിടെ ഒരാളിയോട് പറയുന്നുണ്ട്, അപ്പൂപ്പനോട് നേരിട്ട് പറയുന്നുണ്ട് അവരുടെ അപേക്ഷകൾ. അതൊക്കെ സാധിച്ചു പോകുന്നുണ്ട്. എത്ര നാളായി ഇവിടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ തുടക്കം കൊണ്ടിട്ട്? നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രാവിലെ നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. ആദ്യം നമ്മൾ കാണുന്ന കല്ലേരി ഊരാളി അപ്പൂപ്പന്റെ പ്രധാനമായി പീഠം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ മഹാവൃക്ഷം നിൽക്കുമായിരുന്നു. ആ വൃക്ഷ ചൂടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5-ലധികം വൃക്ഷങ്ങൾ നിന്ന ഒരു വലിയ വൃക്ഷമായിരുന്നു. ആ ചുവട്ടിലായിരുന്നു ആരാധന നടത്തിയിരുന്നത്. അതിന്റെ ചുവട്ടിൽ വന്ന് ഭക്തജനങ്ങൾ അവരുടെ നേർച്ച കാഴ്ചകളും വഴിപാടുകളും സമർപ്പിക്കുക.